നമസ്കാരം. നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയോടാണ് എൻ്റെ ചോദ്യം. താങ്കൾ ഇത് കണ്ടില്ലേ? കോതമംഗലം സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവരുടെ മൊബൈൽ ഫോൺ പരീക്ഷാകാലത്ത് ഉപയോഗിക്കാതിരിക്കാൻ സ്കൂളിൽ ലോക്കറിൽ സൂക്ഷിക്കാൻ കൊടുത്തിരിക്കുന്നു. അവിടെ വന്നൊരു ടീച്ചർ അവർക്ക് ഏറെ പണിപ്പെട്ട് അവർക്ക് വളരെ കുറച്ച് കുട്ടികളെ കൊണ്ടാണ് ആദ്യം അങ്ങനെ ചെയ്യിപ്പിക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ഒരു ആവേശം പോലെ എല്ലാ കുട്ടികളും അവരുടെ ഫോണുകൾ ഈ സ്കൂളിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളതാണ്. അതിൽ നിന്നും അവർ തന്നെ പറയുന്ന കാര്യം, അവർക്കതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഫോണിൻ്റെ ബീപ്പ് ശബ്ദം അടിക്കുമ്പോൾ ഉള്ള ശ്രദ്ധ പോകുന്നൊന്നുമില്ലാതെ അവർക്ക് വളരെ സ്വസ്ഥമായിട്ടിരുന്ന് അവർക്ക് പഠിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിജയം കൈവരിക്കാനും സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം അവിടുത്തെ കുട്ടികൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ താങ്കൾ ഇത് കണ്ടില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. 18 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയും അതിൻ്റെ കൂടെ വന്ന ഒരു ആൺകുട്ടിയും, അന്യമതസ്ഥരെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു ആൺകുട്ടിയും അവർ ഇവിടെ കറങ്ങാൻ വന്നു. അവർക്കൊരു അമ്പലം കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണം തോന്നി. അതിനൊക്കെ മുൻകൈ എടുത്ത് കല്യാണം കഴിപ്പിക്കാൻ താങ്കൾ കാണിച്ച വ്യഗ്രത, കരുതൽ, അത് നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളോട് കാണിച്ചിരുന്നെങ്കിൽ ഈ ഒരു സംഭവം അറിഞ്ഞ് അത് താങ്കൾ എല്ലാ സ്കൂളിലും ഇതുപോലെയൊരു സംഭവം ഈ പറഞ്ഞ പോലെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ വ്യാകുലത. എന്തുകൊണ്ടാണ് താങ്കൾ ചെയ്തില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു രീതി തന്നെയായിരുന്നു ഇത്. എല്ലാ സ്കൂളിലും ഈ പറഞ്ഞ പോലെ കുട്ടികളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ചില അധ്യാപകർ തീർച്ചയായിട്ടുമുണ്ട്. അവരെ കൊണ്ട് ഈ രീതിയിൽ അവലംബിച്ച് അവർക്ക് കൂടുതൽ വിജയം നേടാം. മിക്ക പേരൻസിനും പേരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് അവർ ഫോണിൽ അധികം നേരം ചിലവഴിക്കുന്നു, പഠിക്കാൻ അത്രയും സമയം ചിലവഴിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഈ പരീക്ഷാ കാലത്തെങ്കിലും ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ മോഡറേഷനോ ഒന്നും കൊടുക്കാതെ തന്നെ പല കുട്ടികൾക്കും നല്ല രീതിയിലുള്ള മാർക്ക് മേടിച്ച് ജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യം താങ്കൾ എന്തുകൊണ്ട് വിസ്മരിച്ചു? ആ പെൺകുട്ടിയോട് കാണിച്ച കരുതൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളോട് താങ്കൾ കാണിച്ചില്ല? ഇതാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. ഒരു കാരണവശാലും താങ്കളെപ്പോലുള്ള ആൾക്കാർ, അതായത് മന്ത്രിയപ്പൂപ്പിന് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊച്ചു കുട്ടികൾ പോലും പറയുമ്പോൾ താങ്കൾക്ക് എത്രമാത്രം സ്വാധീനം അവരിൽ ചെലുത്താൻ ഉണ്ടാവണമെന്ന് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞാൽ ആ കുട്ടികൾ കേൾക്കും എന്നുള്ളത് കൊണ്ട് ഈ കാര്യം കുട്ടികളോട് പറഞ്ഞ് അത് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കഴിവും താങ്കൾക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള താങ്കൾ 18 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നത് മോഡലാക്കി കാണിക്കുന്നതിന് പകരം ഇതായിരുന്നു ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ചീത്ത പറയാൻ വരുന്നവരോട് അവനവൻ്റെ വീട്ടിലെ കുട്ടികളോട് ആ ഫോണൊന്ന് മാറ്റിവെക്കാൻ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പോഴറിയാം അവിടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇനി എന്നോട് ചോദിക്കേണ്ട, അതിൻ്റെ പ്രത്യാഘാതമൊക്കെ ഞാനും അനുഭവിക്കുന്നതും അറിയുന്നതും തന്നെയാണ്. അതിനുള്ള വഴികളും ഞാൻ ഇവിടെ കാണാറുമുണ്ട്. അപ്പോൾ എനിക്ക് താങ്കളോട് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ താങ്കൾ പ്രചരിപ്പിക്കേണ്ടത്, കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നാണ്. ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി നന്മ തരുന്ന കാര്യങ്ങൾ, അതായത് 18 വയസ്സിൽ കല്യാണം കഴിച്ച് ഏതെങ്കിലും ഒരിടത്ത് കണ്ടവരുമായിട്ട് വന്നാൽ ഉടനെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന രീതിയല്ല നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ വളർന്ന് നല്ല ജോലി മേടിച്ചതിന് ശേഷം മാത്രമേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാവൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട താങ്കൾ കാണിച്ചത് ആ മോഡലിനേക്കാളും ഈ മോഡലായിരുന്നു കുറച്ചുകൂടി ഉത്തമം, കുറച്ചുകൂടി കയ്യടി മേടിയേനേം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാം ചെയ്യാം. ചീത്ത പറയേണ്ടവർക്ക് പറയാം.